ഇന്നലെ നമ്മൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ആരാണ്. അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരുടെ കറാമത്ത് എന്ന് പറയുന്നത് എന്താണ്, അതിനെക്കുറിച്ചാണ് ഇന്നലെ നമ്മൾ സംസാരിച്ചത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പലതും പറയുമ്പോൾ വിവാദമാവും, അത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാവുന്ന ഒരു കാലഘട്ടത്തിൽ അത് വിശ്വസിക്കാൻ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല കാര്യമില്ല. കാരണം എല്ലാം അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ടാണ് ഔലിയാക്കൾ ചെയ്യുന്നത്. പിന്നെ അത് കൊടുക്കുവോ കൊടുക്കൂലേ, അത് അങ്ങനത്തെ കഴിവ് കൊടുക്കുവോ ഇങ്ങനത്തെ കഴിവ് കൊടുക്കുവോ എന്നുള്ളതാണ് പിന്നെ ചർച്ച. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ, വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അത് ഇന്നതേ കൊടുക്കൂ ഇന്നത് കൊടുക്കൂല എന്നൊന്നുമില്ല. എന്തും അള്ളാഹുവിൻ്റെ അടിമകൾക്ക്, അള്ളാഹു ഉദ്ദേശിക്കുന്ന അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അള്ളാഹു എന്തും കൊടുക്കും. ഈ കറാമത്തുകളൊക്കെ എങ്ങനെയാണ് അവർക്ക് ലഭിക്കുന്നത്, എന്തിനാണ് ആ കറാമത്തുകൾ അവർ ചെയ്യുന്നത്? കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കേവലം അത്ഭുതങ്ങൾ, മാജിക്കുകാരും അത്ഭുതം കാണിക്കും അല്ലേ? കറാമത്ത് എന്ന് പറഞ്ഞാൽ മാജിക് ചെയ്യുന്ന ആളുകൾ അത്ഭുതങ്ങൾ കാണിക്കൂലേ? പെട്ടെന്നൊരു കടലാസിൻ്റെ ഉള്ളിൽ നിന്ന് പൂവ് ഇങ്ങനെ വരും. അതുപോലെ തന്നെ കടലാസ് കത്തിച്ചിട്ട് പൈസയാക്കും. എന്നാ പിന്നെ അവർ ഈ മാജിക് കാണിക്കാൻ നിൽക്കണം. കടലാസ് കത്തിച്ചിട്ട് പൈസയാക്കിയിട്ട് പരക്കം ജീവിച്ചാൽ പോരെ അല്ലേ? അപ്പൊ അതൊരു കൺകെട്ട് വിദ്യയാണ്, മനുഷ്യന്മാരെ ഒന്ന് കബളിപ്പിക്കാം. കറാമത്തും അതുപോലെ തന്നെ മറ്റുള്ളതും തമ്മിലുള്ള വ്യത്യാസം, മറ്റുള്ളതൊക്കെ ഒരു തോന്നിപ്പിക്കലുകളാണ്. ആളുകളുടെ ആ കൈവേഗത കൊണ്ടും കൈയടക്കം കൊണ്ടും മനുഷ്യന്മാരുടെ മുന്നിൽ നിന്നൊരു ട്രിക്കാണ്. എന്നാൽ കറാമത്ത് എന്ന് പറയുന്നത് അത് നിലനിൽപ്പുള്ളതാണ്. കറാമത്ത് കൊണ്ടൊന്ന് ചെയ്താൽ ആ ചെയ്തന്നെ അതങ്ങനെ തന്നെ സംഭവിക്കും. ഒരാൾ പിന്നെ മാജിക് കൊണ്ട് ഒരു കടലാസ് കത്തിച്ച് പൈസയാക്കിയാൽ അതാവൂല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പിന്നെ അയാൾ ആ പണിക്ക് നിൽക്കേണ്ട ലക്ഷ്യമില്ല. എന്നാൽ മുഅ്ജിസത്ത് കൊണ്ടോ അല്ലെങ്കിൽ കറാമത്ത് കൊണ്ടോ ആണ് ചെയ്തതെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. അപ്പൊ ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്, അവർക്ക് എങ്ങനെയാണ് ഈ കറാമത്ത് ലഭിക്കുന്നത്, എന്തിനാണ് ആ കറാമത്ത് അവർ കാണിക്കുന്നത്, ഇതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്, മനസ്സിലാക്കിയത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സൃഷ്ടികളല്ല. അവരുടെ ശരീരവും അവരുടെ മനസ്സും എല്ലാം രാജാതിരാജനായ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്ന ആളുകൾ. നമുക്കും ഔലിയാക്കളാവാൻ കഴിയും. അത് ഇന്ന ആളെന്നൊന്നുമില്ല. നമ്മളും അവരുടെ വഴിയെ സഞ്ചരിച്ചാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാരുടെ ചരിത്രമെടുത്തു എല്ലാ അത്ഭുതം കാണിക്കുന്ന ആളുകളും ഔലിയാക്കളല്ല. അത്ഭുതം പലർക്കും കാണിക്കാൻ, നേരത്തെ പറഞ്ഞ പോലെ മാജിക് പഠിച്ച ആളുകൾക്കും പിന്നെ അന്തരീക്ഷത്തിൽ നിന്ന് പിന്നെ പൊടിയെടുക്കും, അല്ല അന്തരീക്ഷത്തിൽ നിന്ന് പൂവെടുക്കും. ഇതൊക്കെ ഇതൊക്കെ സാധാരണ നമ്മുടെ ഇവിടെ കാണിക്കുന്ന മാജിക്കുകാർക്കും അതൊക്കെ സാധ്യമാകും. പക്ഷെ കറാമത്ത് കാണിക്കുന്ന ഔലിയാക്കൾ എന്ന് പറയുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ചില അത്ഭുതങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഔലിയാക്കളാണ് എന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. തട്ടിപ്പിന്റെ ആൾക്കാർ, കള്ളനാണയം എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ വരുന്നത് കൊണ്ട് എല്ലാ ഔലിയാക്കന്മാരും കള്ളന്മാരാണ് എന്ന് പറയാൻ പറ്റില്ല. എല്ലാത്തിലും നല്ലതും മോശവും ഉണ്ടാവും. കള്ളത്തരം എല്ലാത്തിലും ഉണ്ടാവും. ഏതിലല്ല, അമ്പിയാക്കന്മാർക്ക് പകരമായി ഞാൻ നബിയാണ് എന്ന് പറഞ്ഞ് നബിമാർ വന്നില്ലേ, ആൾക്കാർ വന്നില്ലേ, ഞാൻ നബിയാണ് എന്ന് പറഞ്ഞ്. മുസൈലിമത്തുൽ കദ്ദാബ് അക്കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അസ്വദുൽ അൻസി എന്ന് പറയുന്ന ആള് അക്കൂട്ടത്തിൽപ്പെട്ട ആളാണ്. പെണ്ണുങ്ങളും വന്നിട്ടുണ്ട്, ആണുങ്ങളും വന്നിട്ടുണ്ട്. പെണ്ണ് നബി അസ്വദുൽ അൻസി പെണ്ണാണ്. മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറഞ്ഞ ആണാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഞാൻ നബിയാണ് എന്ന് പറഞ്ഞ അയാൾ വന്നു. അത്ഭുതങ്ങൾ കാണിച്ചു, പല സംഭവങ്ങളും കാണിച്ചു, അയാൾ നബിയാന്ന് പറഞ്ഞു. അതേപോലെ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അസ്വദുൽ അൻസി എന്ന് പറയുന്ന പെണ്ണ് വന്നു, ഞാൻ നബിച്ചിയാന്ന് പറഞ്ഞു വന്നു. അപ്പൊ ഇതൊക്കെ എന്ന് കരുതി അപ്പൊ അത് അങ്ങനെ കള്ളത്തരം വന്നോട്ട് എല്ലാ അമ്പിയാക്കന്മാരും ഇതേപോലെ തന്നെ കള്ളന്മാരാന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. എല്ലാത്തിലും കള്ളനാണയങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഔലിയാക്കന്മാരുടെ കാര്യത്തിൽ പച്ച ഉല്ലിയല്ലിട്ട് കുറേ മോതിരെല്ലാം, 5 കൈക്ക് 10 മോതിരെല്ലിട്ട്, പിന്നെ വലിയ തസ്ബീഹ്മാല കഴുത്തിലിട്ട്, ചെല്ലൂല ചിലപ്പോൾ കഴുത്തിലുണ്ട്, കഴുത്തിലിട്ട് ഇങ്ങനെ നടക്കുന്ന കുറേ ആൾക്കാരുടെ മുടിയെല്ലാം വളർത്തി
പിന്നെ മുഷ്ഞ്ഞ വേഷമൊക്കെ ധരിച്ചിങ്ങനെ നടക്കുന്ന, ഞാൻ ഔലിയ എന്ന് പറഞ്ഞ് നടക്കുന്ന, നിസ്കരിക്കൂല്ല, നോമ്പൊക്കില്ല, പല ഹറാമും ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. അവരൊന്നും അള്ളാഹുവിൻ്റെ ഔലിയാക്കളല്ല. അങ്ങനെ കാണുന്നവരെല്ലാം അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരല്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെന്ന് പറയുന്നത് തിരിച്ചറിയാൻ എങ്ങനെ കഴിയാമെന്നുള്ളതാണ്. അവരെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാം? ഇത് ഔലിയാക്കളാണോ കള്ളന്മാരാണോ? പ്രയാസമാണ് തിരിച്ചറിയാൻ. സാധാരണക്കാരായ ആളുകൾക്ക് അവരെ തിരിച്ചറിയാൻ പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് കാണുന്നതിൻ്റെ എല്ലാം പിന്നാലെ ഓടാൻ പാടില്ല, കാണുന്നതെല്ലാം വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞില്ലേ, ബഹറിൽ മുസല്ലയിട്ട് നിസ്കരിക്കുന്നത് കണ്ടാലും നിങ്ങളെ പിന്നാലെ പെട്ടെന്ന് കൂടാൻ പാടില്ല. പെട്ടെന്ന് ഔലിയാണ് എന്നെല്ലാം പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോയി. അങ്ങനെയാണ് ആളുകളുടെ പ്രശ്നം. എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്കും അതിൻ്റെ പിന്നാലെ കൂടി അതിൻ്റെ ബാക്കറ്റിൽ കൂടി പോയി, അങ്ങനെ പോയി അവസാനം അയാൾ ചതിക്കുയിൽ വീണ് അയാളെ പൈസ പറ്റിച്ച്, അയാൾ അങ്ങനെ പറ്റിച്ച്, അയാളെ പിന്നെ കുടുംബത്തെ കുഴപ്പാക്കി, ഇങ്ങനെ അയാൾ ചതിയിൽ. അപ്പോൾ അത് സമൂഹം അറിയുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്ന് തോന്നും, തെറ്റിദ്ധരിപ്പിക്കപ്പെടും. അപ്പോൾ എല്ലാത്തിൻ്റെയും പിന്നാലെ നമുക്ക് പോകേണ്ട, നമുക്ക് ഒരു മുർഷിദ് അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്ന നമ്മുടെ ഉസ്താദന്മാർ, ഗുരുനാഥന്മാർ, ആ ഗുരുനാഥന്മാരെങ്ങനെയാണോ അങ്ങനെ അതിനാണ് ഒരു സിൽസില നമുക്ക് വേണം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഉസ്താദിൻ്റെ ഉസ്താദ് അങ്ങനെ അവർ പറയുന്നത് എങ്ങനെയാണ്, അവർ പറഞ്ഞു തന്നിട്ടാണ് ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുക. അവർ പറയുന്നതനുസരിച്ച് ചെയ്യും. എല്ലാത്തിൻ്റെയും പിന്നാലെ ഓടാതിരിക്കുക. എന്നാൽ എല്ലാത്തിനെയും നമ്മൾ നിസ്സാരാക്കുകയോ പരിഹസിക്കുകയോ അതിനും പോകാൻ പാടില്ല. ഏതാണ് സത്യം ഏതാണ് കളവെന്ന് നമുക്കറിയില്ല. അറിഞ്ഞെങ്കിലല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അറിയാത്ത കാര്യത്തെക്കുറിച്ച് മിണ്ടാതിരിക്കുക. എനിക്കതറിയില്ല. ഒരാൾ വന്നിട്ട് എന്താ പറയും, എനിക്കതിനെപ്പറ്റി അറിയില്ല, ഞാൻ അയാളെക്കുറിച്ച് പഠിച്ചിട്ടില്ല, എനിക്കതറിയില്ല, ഞാൻ അതിനെപ്പറ്റി ഒന്നും മിണ്ടില്ല, നല്ലതും പറയുന്നില്ല പെടുത്തും പറയുന്നില്ല, ഞാൻ അതിൻ്റെ പിന്നാലില്ല. ഹലാസ്. അപ്പൊ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കഴിയാം. അവരുടെ ജീവിതത്തിൽ വളരെ സൂക്ഷ്മത പാലിച്ച് ഒരു കറാഹത്ത് പോലും ചെയ്യാതെ, ഒരു കറാഹത്ത് എന്ന് പറഞ്ഞാൽ മുൻഭാഗത്തേക്ക് തുപ്പൽ കറാഹത്താണ്, വലതുഭാഗത്തേക്ക് തുപ്പൽ കറാഹത്താണ്. അതുപോലും സൂക്ഷിച്ച്, ഒരു കറാഹത്ത് പോലും ചെയ്യുന്നതിനെ വളരെ സൂക്ഷിച്ച്, അള്ളാഹുവിനെ പേടിച്ച് ഭയന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തു സൂക്ഷ്മതയോടുകൂടി, ഹറാമ് ചെയ്യുന്നത് പിന്നല്ലേ, ഹറാമ് പോയിട്ട് ഒരു കറാഹത്ത് പോലും ചെയ്യാതെ വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച് അള്ളാഹുവിന് കഠിനമായ ഇബാദത്ത് ചെയ്തിട്ടാണ് ഒരു മനുഷ്യൻ വലിയാവുന്നത്. അതിന് അദ്ദേഹത്തെ നിയന്ത്രിക്കാനുള്ള, തർബിയത്ത് ചെയ്യാനുള്ള ഒരു ഷെയ്ഖ് ഉണ്ടാവും, ഒരു ഗുരുനാഥൻ ഉണ്ടാവും. എന്തിനാണ് ഒരു ഷെയ്ഖ്, ഒരു ഗുരുനാഥൻ എന്തിനാണ്? എല്ലാവർക്കും ഗുരുനാഥന്മാരുമാണ്. ഷെയ്ഖ് എന്ന് പറയുന്നതോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരാളെ ആത്മീയമായി നിയന്ത്രിച്ച് തർബിയത്ത് ചെയ്ത് തസ്കിയത്ത് ചെയ്ത് അയാളെ ഉയർത്തിക്കൊണ്ടുവരുന്ന, അയാളുടെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ആത്മീയമായ ഗുരുനാഥനാണ് എന്ത് പറയുന്നത്? ഷെയ്ഖ് എന്ന് പറയുന്നത്. ആ ഷെയ്ഖ് തൻ്റെ ശിഷ്യനെ അവന് വേണ്ട നന്മകൾ പറഞ്ഞു കൊടുത്ത് നന്മയുടെ വഴിയിലേക്ക് അയാളെ തിരിക്കും. അയാൾ എന്തെങ്കിലും തിന്മ ചെയ്യുമ്പോൾ തടയുകയും അത് ഉപദേശിച്ചു കൊടുക്കുകയും ശാസിക്കേണ്ടടുത്ത് ശാസിക്കുകയും ചെയ്ത്, അല്ലേ, ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിച്ച് ശാസിക്കേണ്ടടുത്ത് ശാസിച്ച് ആ തിന്മ ഇനി മുതൽ ചെയ്യാതിരിക്കാൻ വേണ്ടി അയാൾക്ക് വേണ്ട ശിക്ഷ കൊടുത്ത് അയാൾ നന്മയുടെ മാർഗത്തിലേക്ക് ഇങ്ങനെ തള്ളി കൊണ്ടുവരാം. നന്മകൾ പറഞ്ഞു കൊടുത്ത് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ച് അതിനുവേണ്ടിയുള്ള പ്രോത്സാഹനവും അറിവും നൽകി അദ്ദേഹത്തെ ഉയർത്തി കൊണ്ടുവരുന്ന ആളാണ് ആര്? ഷെയ്ഖ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാൾ മുന്നിലുണ്ടാവും. ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകണം, പരിചയമില്ലാത്തൊരു സ്ഥലമാണ്, നമുക്കറിയാത്തൊരു സ്ഥലത്തേക്ക് ഒരു വഴികാട്ടി നമുക്ക് വേണ്ടേ, അല്ലേ? ഒരു വഴികാട്ടി നമുക്ക് വേണം. ആ വഴികാട്ടിയാണ് ലക്ഷ്യം. ആ വഴികാട്ടിയാണെങ്കിലോ ആ വഴിയിലൂടെ നടന്നു പോയി ലക്ഷ്യത്തിലെത്തിയ ആളാണ്. ആ വഴികാട്ടി ആരായിരിക്കണം? ആ വഴിയിലൂടെ നടന്നു പോയി ആ ലക്ഷ്യത്തിലേക്ക് എത്തിയ ആളാണ്. ആ വഴിയിലൂടെ അദ്ദേഹം സഞ്ചരിച്ച് അദ്ദേഹം ലക്ഷ്യത്തിലെത്തിയ വഴിയിലൂടെ നമ്മളെയും അദ്ദേഹം കൊണ്ടുപോവുകയാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി. ഏതാണ് ആ ലക്ഷ്യം? പരമമായ ലക്ഷ്യം അള്ളാഹു എന്ന ലക്ഷ്യത്തിലേക്ക്. അപ്പൊ അതിന് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ അവർ പറഞ്ഞു കൊടുക്കുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യും. കഠിനമായ ഇബാദത്തുകൾ ചെയ്യും. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് കണ്ടെത്താൻ കഴിയും. ഇപ്പം നമ്മളൊക്കെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വിവാദമായി നമ്മൾ പറയുന്ന CM വലിയുള്ളാഹി റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരു പള്ളിയിലെ മുദരിസായിരുന്നു.
ഇതുപോലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു മുദരിസ്, കുറേ ശിഷ്യഗണങ്ങളുള്ള മുതഅല്ലിമീങ്ങളുടെ മുദരിസായിരുന്നു അദ്ദേഹം ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഇബാദത്ത് ചെയ്യുന്ന, വളരെ സൂക്ഷ്മമായി ചിന്തിക്കും. നമ്മളതാ ചിന്തിക്കണം. നമ്മൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പരിഹസിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അവർ വെറുതെ നേടിയെടുത്തതല്ല. ഇത് എവിടുന്നെങ്കിലും വീണ് കിട്ടിയതോ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതോ അല്ല. അവരുടെ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ വളരെ പരിശുദ്ധരായി ജീവിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ലോകത്തുള്ള മറ്റെല്ലാത്തിനേക്കാളും സ്നേഹിച്ച് അവരുടെ ജീവിതം മുഴുവനും ഇബാദത്തിലായി, റബ്ബിനെ ഇബാദത്തിലായി കഴിച്ചു കൂട്ടിയ മഹാന്മാർ. അങ്ങനെ അവർ അള്ളാഹുവിനെ സ്നേഹിച്ച് അമിതമായി ഉറങ്ങുന്നില്ല. അള്ളാഹുവിനെ അമിതമായി സ്നേഹിച്ച് അവർക്ക് ദുനിയവിയായ എല്ലാത്തിനോടും വിരക്തി തോന്നി. ദുനിയാവിയായ കാര്യങ്ങളിലൊക്കെ അവർക്ക് പിന്നെ ഒരു അസ്വസ്ഥതയായിരിക്കും. അവർക്ക് എവിടെയും നിൽക്കാൻ കഴിയില്ല. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള വെപ്രാളം അവരുടെ മനസ്സിലുണ്ടാവും. എപ്പോഴും ആ ഒരു ബേജാറുണ്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി. അങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ അരികിൽ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കുന്ന ആളുകളാണ്. നമ്മുടെ ഹൃദയം അത്രമാത്രം അള്ളാഹുവിലേക്കൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളിൽ നാട്ടിൽ നിന്ന് നമ്മൾ വന്നാൽ നമ്മുടെ മനസ്സെപ്പോഴും നാട്ടിലാണ്. നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ അനിയൻ, നമ്മുടെ അനിയത്തി, ഇങ്ങനെ നമ്മുടെ ചിന്തകൾ മുഴുവൻ അവിടെയാണ് തളച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ചിന്തിക്കുന്ന അവരെക്കുറിച്ചാണ്. അടുത്തേക്ക് പോകാനുള്ള വഴി, എങ്ങനെയാ പോകാൻ കഴിയുക, എങ്ങനെയെങ്കിലും തലവേദന എന്നെല്ലാം പറഞ്ഞ് കിടന്നാൽ ഉസ്താദ് നാട്ടിലേക്ക് വിടുക, അങ്ങനെ ചിന്തിക്കും. പോകാനുള്ള വഴികൾ തേടിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നതിലേക്ക്, നമ്മൾ ഇഷ്ടപ്പെടുന്നതിലേക്ക് പോകാൻ, അവിടെ ചെന്നെത്താൻ, എത്രയും വേഗം അവിടെ എത്താൻ വേണ്ടി നമ്മൾ പല വഴികളും ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കും. അവിടെ എത്തുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ടാവും. നാട്ടിൽ പോകുമ്പോൾ സന്തോഷം ഉണ്ടായില്ലേ? അതെന്തുകൊണ്ടാണ്? നമ്മളത് ഇഷ്ടപ്പെടുന്നു, നമ്മളതിനെ സ്നേഹിക്കുന്നു, അവിടെ എത്താൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു. അതുപോലെയാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആഗ്രഹിക്കുന്നത്. നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടോ കുടുംബത്തെ കാണാൻ വേണ്ടിയിട്ടൊന്നല്ല. അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് എന്തിനാണ്? അല്ലാഹ് എന്ന ചിന്ത മാത്രം. അള്ളാഹുവിൻ്റെ ഹബീബിനെ കുറിച്ചുള്ള ചിന്ത. അവിടെ എത്താം ചിന്ത എപ്പോഴും അവർക്ക് അതായിരിക്കും ഉണ്ടാവും. അവിടെ എത്താതിരിക്കുമ്പോൾ ബേജാറോ. ഈ മാസം ലീവില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ബേജാറാന്ന് പറയും. ലീവില്ല പോലും എന്ന് പറയില്ല നമ്മൾ. അതേപോലെ അവർക്ക് അവിടെ എത്താൻ വൈകുന്തോറും അൽബിയായ വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാവും. അത് എത്രയും വേഗം എത്താൻ എന്താണ് വഴി എന്നവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അതിൽ ചെറിയ നമ്മൾക്ക് തന്നെ അറിയാം. നമ്മൾ ഉമ്മാനെക്കുറിച്ച് ഉപ്പാനെക്കുറിച്ച് നമ്മൾ ചിലപ്പോൾ ക്ലാസ്സിൽ നിന്ന് ഉമ്മാനെക്കുറിച്ച് പറയും, ഉപ്പാനെക്കുറിച്ച് ഇപ്പം എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മാരെടുത്ത്, ഇപ്പം എത്തിയിട്ട് എൻ്റെ ഉപ്പാരെടുത്ത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടാവും. അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടി, അള്ളാഹുവിനെ അറിയാൻ വേണ്ടി, അള്ളാഹുവിൽ ലയിക്കാൻ വേണ്ടി. അപ്പം അവർ ഈ ദുനിയവിയായ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് നമ്മളിവിടെ നിൽക്കുമ്പോൾ അതികഠിനമായ ദുനിയാവിനോടുള്ള പ്രേമമുള്ള ആളുകൾ, സ്നേഹമുള്ള ആളുകൾ, വീട്ടിനോടും നാട്ടിനോടും കുടുംബക്കാരോടും കൂട്ടുകാരോടും അമിതമായി സ്നേഹവും ഇണക്കമുള്ള ആളുകൾ, എത്ര അവരെ ഉപദേശിച്ചാലും പറഞ്ഞാലും അവർക്ക് അതിൽ നിന്ന് പറിക്കാൻ കഴിയില്ല. അവരതിൽ നിന്ന് മനസ്സ് പറിക്കാൻ കഴിയില്ല. അല്ലേ? ഉസ്താദ് വിടുന്നില്ല, ആരും വിടുന്നില്ല. എനിക്കതിൽ കൂട്ടുകാരികളെ ഇഷ്ടം, കൂട്ടുകാരോടാണ് ഇഷ്ടം, കൂട്ടുകാരെ കാണാൻ വേണ്ടിയുള്ള ചിന്ത. സ്കൂളിൽ പോകണം, അവിടെ ചങ്ങായിമാരുണ്ട്, ചങ്ങായിമാർ കാണും ഉപദേശിക്കും. ഇങ്ങനെ അവരെ ആഗ്രഹം അവസാനം എന്താവും? പൊട്ടിച്ചവർ പോകും. അല്ലേ? കോളേജ് നിർത്തിയിട്ട് അയാലും വലിച്ചെറിഞ്ഞ് അനക്ക് വേണ്ട, ഞാൻ പഠിക്കുന്നത് അവൻ്റെ പായി. നേരത്തേക്കാണ് പറഞ്ഞത് ദുനിയാവിലേക്ക് പോയി. അള്ളാഹുവിൻ്റെ ഔലിയാക്കളോ ദുന്യവിയായ കെട്ടുകൾ പൊട്ടിച്ച് അള്ളാഹുവിലേക്ക്. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു നിങ്ങൾ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആഗ്രഹത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് എത്തിയപ്പോൾ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവിടുന്ന് ഒരു ദിവസം അപ്രത്യക്ഷം. എത്രയും പെട്ടെന്ന് അള്ളാഹുവിലേക്ക് എത്തണം, അള്ളാഹുവിനെ അറിയണം. ആ അത്യാഗ്രഹം കൊണ്ട് അദ്ദേഹം കാട്ടിലേക്ക് പോയി. ആരുമില്ലാത്ത, ദുനിയവിയായ ഒരു ബന്ധവുമില്ലാത്ത, ഒരാളെയും കാണണ്ട, ആരുമായും ബന്ധമില്ലാത്ത കാട്ടിൽ ചെന്നിരുന്ന് വർഷങ്ങളോളം അള്ളാഹുവിനെ അവിടെ ഇബാദത്ത് ചെയ്തു. ദുനിയവിയായ ഒന്നും ചിന്തിച്ചില്ല, ആരെയും കണ്ടില്ല, ഒരാളുമായും ബന്ധമില്ല, ദുനിയവിയായ ഒരു സംഗതിയുമായി ബന്ധമില്ലാതെ തൻ്റെ മനസ്സിനെയും തൻ്റെ ശരീരത്തെയും സമ്പൂർണമായി അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് കാലങ്ങളോളം ഇബാദത്ത് ചെയ്തപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് മഹാനവറുകൾ എത്തി. അള്ളാഹു എന്ന ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം എത്തി.
ഇതെല്ലാ ഔലിയാക്കളുടെയും ചരിത്രത്തിൽ കാണാം. കണ്യാല മൗലാ റളിയല്ലാഹു അൻഹു തങ്ങൾ കണ്യാല മൗലാ റളിയല്ലാഹു അൻഹു തങ്ങൾ പഠനകാലത്ത് തന്നെ മഹാനവറുകളെ കുറിച്ച് ചരിത്രം അറിയാം, പറയുന്നത് കാണാം. പഠനകാലത്ത് തന്നെ വല്ലാതെ ഇത്തരം ചിന്തകൾ അധികരിച്ച മഹാനായിരുന്നു. പല മഹാന്മാരെയും അദ്ദേഹം സമീപിക്കും. എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുക, ആരിലൂടെയാണ് എനിക്ക് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുക, ആരാണ് എന്നെ അള്ളാഹുവിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോവുക, ആരാണ് എന്നെ അള്ളാഹുവിലേക്ക് എത്തിക്കുക. ഇതായിരുന്നു മഹാനവറുകളുടെ ചിന്ത. എപ്പോഴും ദിക്റുകൾ, എപ്പോഴും ദിക്ർ, അള്ളാഹുവിന്റെ ദിക്റല്ലാതെ മറ്റൊന്നും നാവിലില്ല. അങ്ങനെ ആഗ്രഹിച്ച് അവസാന മഹാനവറുകൾ പാടത്തുകായൽ മുഹമ്മദ് സ്വാലിഹ് മൗലാ റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിലെത്തുന്നു. മഹാനവറുകളാണ് കണ്യാല മൗലാ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക്, അള്ളാഹുവിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകുന്നത്. ജീവിതത്തിനിടയിൽ പഠനം കഴിഞ്ഞ ആ സമയത്ത് അദ്ദേഹത്തിന്റെ, നേരത്തെ സി എം വലിയുള്ളതിനെ കുറിച്ച് പറഞ്ഞ പോലെ, അദ്ദേഹത്തിന്റെ കഠിനമായ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, ദുനിയവിയായതെല്ലാം കാണുമ്പോൾ ഭയങ്കരമായ ഒരു വെറുപ്പ് പോലെ, എല്ലാത്തിനോടും ഒരു വിരക്തി. അവസാനം മഹാനവറുകൾ അപ്രത്യക്ഷമായി ജനങ്ങളിൽ. കാലങ്ങളോളം അദ്ദേഹത്തെ കുറിച്ച് ഒരറിവില്ല, എവിടെയാ പോയതറിയില്ല, ആർക്കും അറിയില്ല, എങ്ങോട്ടാ പോയതെന്നറിയില്ല. മഹാനവറുകൾ ഒരുപാട് മഹാന്മാരുടെ മഖ്ബറകൾ സിയാറത്ത് ചെയ്യുക, അവിടെ ചെന്ന് അവിടെ കിടന്നുറങ്ങുക, അവിടെ കുറേ ദിവസം ഇരിക്കും, അവിടുന്ന് കുറേ ഇബാദത്ത് ചെയ്യും. ലൗകികമായ കാര്യങ്ങളിലൊന്നും ബന്ധമില്ല, അറിയുന്ന ആളുകളില്ല, ബന്ധുക്കളില്ല, ഒന്നുമില്ല. ഖൽബ് മുഴുവനും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ലോകത്തേക്ക് തിരിച്ചു. ബോംബെയിൽ മാഹിം റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറയിൽ കാലങ്ങളോളം അദ്ദേഹം താമസിച്ചു. അവിടെ ഇരുന്ന് ഇബാദത്ത് ചെയ്യും, ആരുമായി ഒരു ബന്ധമില്ല. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നടന്നിട്ട്, ഒരുപാട് അജ്മീറിലേക്ക് നടന്നിട്ട്, ഇവിടുന്ന് നടന്നിട്ട് നമുക്ക് ട്രെയിനിൽ പോകാൻ തന്നെ നമുക്ക് പ്രയാസം. ഇവിടുന്ന് നടന്നിട്ട് അജ്മീറിലേക്ക് പോയി. അങ്ങനെ ഏത് ഔലിയാക്കന്മാരുടെയും ചരിത്രത്തിൽ നമുക്കിത് കാണാൻ കഴിയും. ഖാജാ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് അജ്മീർ ഷെയ്ഖ് അജ്മീർ ഖാജാ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ അടുത്ത് പോയാൽ കാണാം, അവിടുന്ന് കുറച്ച് ദൂരം നടന്നാൽ അവിടെയുണ്ട് ഒരു മല, ഒരു ചെറിയ കുന്ന്, ഒരു മൊട്ടക്കുന്ന്. ആ കുന്നിന്റെ മുകളിൽ ഒരു കരിങ്കല്ലിന്റെ പാറയുടെ ഉള്ളിൽ ഒരു ഗുഹയുണ്ട്. മഹാനായ ഖാജാ റളിയല്ലാഹു അൻഹു ഇരുന്ന് ഇബാദത്ത് ചെയ്ത സ്ഥലമാണ്. ജനങ്ങളിൽ നിന്നെല്ലാം ഒഴിവായി, ദുനിയാവിന്റെ എല്ലാ ചിന്തകളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും ഒഴിവായി അതിന്റെ ഉള്ളിൽ കയറിയിരുന്നു. ആരുമായി ഒരു ബന്ധമില്ലാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യും. മനസ്സും ശരീരവും രാജാതിരാജനായ അള്ളാഹുവിനെ സമർപ്പിക്കുകയാണ്. ഓരോ വലിയ ഔലിയാക്കളുടെ ചരിത്രത്തിലും അത് കാണാൻ കഴിയും. അവരുടെയൊക്കെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ബഹുമാനപ്പെട്ട കാലങ്ങളോളം പ്രത്യക്ഷമായി, പല വിധത്തിലും ആരും കാണാതെ കൊടും കാടുകളിൽ ചെന്ന് ഇബാദത്ത് ചെയ്തു. കൊടും കാടുകളിൽ ചെന്ന് ഒരു ചിന്തയും വരുമല്ലോ, ഒന്നും കാണുമല്ലോ. അവിടെ ഇരുന്ന് അല്ലാഹ് അല്ലാണ്ട് ഓരോ ചിന്തി കൽബിലേക്ക് വരാതിരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ചോദിക്കും, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ചല്ലോ, എല്ലാവറ്റും അങ്ങനെ കാട്ടിൽ പോയിരിക്കാൻ പറ്റുമോ? പറ്റും. അത് അമ്പിയാക്കന്മാരുടെ ചരിത്രത്തിലും കാണാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാ പോയിരുന്നത്? ഹിറാ മലയുടെ മുകളിലെ ഹിറാ ഗുഹയുടെ മുകളിൽ ചെന്നിരുന്നു. തൻ്റെ ചുറ്റുഭാഗത്തുള്ള ആളുകളുമായി ഒന്നും ബന്ധമില്ലാതെ എല്ലാം കൽബിൽ നിന്ന് ഉപേക്ഷിച്ച് അവിടെ ചെന്നിരുന്ന അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിലേക്ക് മാത്രം തൻ്റെ കൽബിനെ ലയിപ്പിച്ചു. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം അവിടെ ഇരുന്ന് ഇബാദത്ത് ചെയ്തു. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ കാണാം. തൗറാത്ത് വാങ്ങുന്നതിന് മുമ്പ് 40 ദിവസം ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഖൽവത്തിലിരുന്നു. തുരിസീന പർവ്വതത്തിൽ പോയി ഖൽവത്തിലിരുന്നു. ആരുമായും ബന്ധമില്ലാതെ കാര്യങ്ങളെല്ലാം തൻ്റെ സഹോദരനായ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ചിട്ട് മഹാനായ മൂസ അലൈഹിസ്സലാം അവിടെ പ്രത്യക്ഷമായി. ഇങ്ങനെ ആളുകളിൽ ദുനിയവിയായ ബന്ധങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്ന് തൻ്റെ ശരീരവും തൻ്റെ മനസ്സുമെല്ലാം രാജാതിരാജനായ അള്ളാഹുവിനെ സമർപ്പിച്ച് ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ഇബാദത്ത് ചെയ്തിട്ടാണ് മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ആ പദവിയിലേക്ക് നടന്നു കയറുന്നത്. ഇത്രമേൽ അധ്വാനമുണ്ട്, ഇത്രമേൽ പ്രയാസമുണ്ട്. നമ്മളെപ്പോലെ എല്ലാ ദുനിയവിയായ സുഖങ്ങളും ആസ്വദിച്ച് ദുനിയാവിലിങ്ങനെ ലയിച്ച് ദുനിയാവിലിങ്ങനെ കിടന്ന് പെരങ്ങിയിട്ടല്ല.
ആ സന്ദർഭത്തിൽ അവരുടെ 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 ഹാലുകളും നിലകളും പല വിധത്തിലുണ്ടാവും. ഇബാദത്ത് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ജദ്ബിന്റെ ഹാല് എന്ന് പറയുന്ന മാനസികമായ പിരിമുറുക്കത്തിന്റെ സമയങ്ങളുണ്ടാവും. ആ സമയത്ത് ദുനിയവിയാ ഒന്നും ഓർമ്മയുണ്ടാവില്ല, ഭക്ഷണം കഴിക്കാൻ ഓർമ്മയുണ്ടാവില്ല, കുളിക്കാൻ ഓർമ്മയുണ്ടാവില്ല, ഒരു സംഗതിയായിട്ട് ബന്ധമുണ്ടല്ല. അള്ളാ എന്ന ചിന്തയല്ലാതെ മറ്റൊന്നും കൽബിലില്ലാത്ത സമയം. ആ ചില സമയത്ത് ചിലപ്പോൾ നിസ്കരിച്ചു കൊള്ളണമെന്നില്ല. നിസ്കരിക്കാത്തവനൊക്കെ അള്ളാന്റെ ഔലിയാക്കന്മാരല്ല, ഔലിയാക്കളെല്ലാം നിസ്കരിക്കാത്തവരുമല്ല. ആ സമയത്ത് അവരുടെ കൽബിയായി അവരുടെ കൽബ് ഹൃദയം അള്ളാഹു വലിച്ചെടുക്കുകയാണ്. ഒന്നിലേക്ക് തന്നെ സ്നേഹിച്ചതിന് അമിതമായി ആഗ്രഹിച്ച് സ്നേഹിച്ച് അവരുടെ കൽബ് അങ്ങനെ പൊട്ടാണ്. കൽബിനെ അള്ളാഹു വലിച്ചെടുക്കുക. ജുദുബ് എന്ന് പറഞ്ഞാൽ മജ്ദൂബ് എന്ന് പറഞ്ഞാൽ വലിച്ചെടുക്കപ്പെട്ട ആളുകൾ ഹൃദയത്തെ അള്ളാഹുവിലേക്ക് വലിച്ചു. വേറെ ഒരു ചിന്തയായി അതിലിങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ അള്ളാഹു എന്ന ചിന്തയിൽ ഇങ്ങനെ ലയിക്കുന്ന സമയം, മറ്റൊന്നും ഓർമ്മയില്ലാത്ത സമയം. ആ സമയത്ത് ചിലപ്പോൾ നിസ്കാരം ഒഴിവാക്കിയിട്ടുണ്ടാവും. ആ സമയത്ത് ചിലപ്പോൾ തക്ലീഫില്ലാത്ത സമയമാണ്. കാരണം മാനസികമായി മറ്റൊരു തലത്തിലേക്ക് മറിയുകയാണ്. ഒരു സാധാരണ നോർമൽ അവസ്ഥയല്ല, അബ്നോർമലായ ഒരു അവസ്ഥയാണ്. ആ സമയത്ത് ഒന്നിനും തക്ലീഫ് ഉണ്ടാവില്ല. നിസ്കരിക്കാൻ അയാളുടെ തക്ലീഫ് ഉണ്ടാക്കാൻ ബോധമില്ലാത്ത സമയം. അള്ളാഹ് എന്ന ചിന്തയല്ലാതെ മറ്റൊന്നുമില്ലാത്ത ഒരു ഭ്രാന്തമായ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനത്തെ അവസ്ഥാന്തരങ്ങളിലൂടെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ കടന്നു പോകും. അപ്പൊ അതാണ് അള്ളാഹിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത്. ആ ഔലിയാക്കന്മാർ ശ്രദ്ധിക്കണേ, ആ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ പിന്നെ എന്താണ് ചെയ്യുന്നത്? അവർ പിന്നീട് അവരുടെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് അവരെത്തിക്കഴിഞ്ഞാൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴാണ് പ്രബോധനം തുടങ്ങിയത്? നുബുവത്ത് ലഭിച്ചതിന് ശേഷം അല്ലേ? അതിനു മുമ്പല്ലേ ഹിറാ മലയിൽ പോയിരുന്നത് അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല തസ്കിയത്ത് ചെയ്ത് നുബുവത്ത് വെളിവായി ഇനി പ്രബോധനം ചെയ്യാം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് അള്ളാഹുവിന്റെ വഹീ ലഭിച്ചു. അള്ളാഹുവിന്റെ വഹീ ലഭിച്ചപ്പോൾ തന്റെ ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രബോധനം ആരംഭിച്ചു. അള്ളാഹുവിന്റെ ഔലിയാക്കളും അപ്രകാരം തന്നെ. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിലെ, എന്റെ സമുദായത്തിലെ അൽ ഉലമാ എന്ന് അലിഫ് ലാം ഇട്ട് പറയുന്ന ആ ഉലമാക്കൾ കേവലം അറബി പഠിച്ചവരല്ല. ശ്രദ്ധിക്കണേ, കേവലം കിതാബ് ഓതി അർത്ഥം വെക്കാൻ കഴിയുന്നവരെ കുറിച്ചല്ല പറയുന്നത്. അൽ ഉലമാ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായ ഇൽമ് ലഭിച്ച ആൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇൽമുകളൊക്കെയും അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം മുഖാന്തരം വഹയ്യായി ലഭിച്ചതാണ് അല്ലേ? അമ്പിയാക്കൾ കഴിയലോടുകൂടി വഹയ്യ് കഴിഞ്ഞു. ജിബ്രീൽ ഇറങ്ങി വഹയ്യ് കൊടുക്കുന്നത് കഴിഞ്ഞു. ഇനി എന്താ ഉണ്ടാവുക? ഇൽഹാമിയായിട്ട്. ഇൽഹാം എന്ന് പറഞ്ഞാൽ ഖൽബിൽ ഇട്ടുകൊടുക്കുക. അള്ളാഹു തആല ഖൽബിൽ തോന്നിപ്പിച്ചു കൊടുക്കുക, ഇട്ടുകൊടുക്കുക. അത് അള്ളാഹുവിന്റെ ഭാഗത്ത് ഉണ്ടാവും. അത് അള്ളാഹിന്റെ ഔലിയാക്കന്മാർക്കുണ്ടാവും. ശ്രദ്ധിക്കണം, ആ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയപ്പോൾ അവർ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ വേണ്ടി അവർ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നു. ശ്രദ്ധിക്കണം, അതാണ് അള്ളാഹിന്റെ ഔലിയാക്കൾ. ജനങ്ങളുടെ ഇടയിൽ കാണുന്ന അള്ളാഹുവിന്റെ അപൂർവമായി പല സ്ഥലങ്ങളിലും ഉണ്ടാവും. ആ ഔലിയാക്കൾ എന്താ ചെയ്യാ? ഔലിയാക്കള് ദീനിനെ പ്രബോധനം ചെയ്യും. ഓരോ കാലഘട്ടത്തിലും ദീനിനെ പ്രബോധനം ചെയ്യുന്ന അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളായ ഉലമാ ഉമ്മത്തീക അമ്പിയായി ബനി ഇസ്രായീലിലെ അമ്പിയാക്കന്മാരെ പോലെയാണ് എന്റെ ഉമ്മത്തിലെ ഉലമാക്കൾ എന്ന് പറഞ്ഞ അവർ. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ലദുന്നിയായ ഇൽമ് ലഭിച്ച അവർ സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ് പ്രബോധനം ചെയ്യാൻ. എന്ത് പ്രബോധനം ചെയ്യാൻ വേണ്ടി? ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ. ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്ന പല അമ്പിയാക്കന്മാരെല്ലാരും വന്നത് ഒരേ കാര്യത്തിന് വേണ്ടിയല്ല. ശ്രദ്ധിക്കണേ, എല്ലാ അമ്പിയാക്കന്മാരും വന്നത് ഒരേ കാര്യത്തിന്. അടിസ്ഥാനം തൗഹീദാണ്. ശ്രദ്ധിക്കണം, അടിസ്ഥാനം എന്താണ്? തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാഹു ഇല്ല. അതോടൊപ്പം തന്നെ ഓരോ പ്രവാചകന്മാരും ഓരോ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ സമൂഹത്തിലേക്ക് വന്നപ്പോൾ ചില അമ്പിയാക്കന്മാർ വന്നത് എന്തിനു വേണ്ടിയാണ്? നോക്കണേ, ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം, അതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാം, ഷുഐബ് നബി അലൈഹിസ്സലാം, ഇങ്ങനെ പല പ്രവാചകന്മാരും.
ചില പ്രവാചകന്മാർ വന്നത് ഒരു സമൂഹം സ്വവർഗ സംഭോഗം, സ്വവർഗരതിയിൽ ഏർപ്പെട്ട ഒരു സമൂഹത്തെ അവരെ നേർവഴിയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് ആര് വന്നത്? ലൂത്ത് നബി അലൈഹിസ്സലാം. ലൂത്ത് നബി അലൈഹിസ്സലാം. സ്വവർഗരതി എന്ന് പറഞ്ഞാല് ആണും തമ്മിൽ, പെണ്ണും തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെടാം. അവരെ അതിൽ നിന്ന് പിന്തിരിക്കാൻ തെറ്റാണ്. അത് തെറ്റായ മാർഗമാണ്. അത് പ്രകൃതിക്ക് അനുയോജ്യമായ ഒരു മാർഗമല്ല. അതിൽ നിന്ന് മനുഷ്യരെ തിരിക്കാൻ വേണ്ടിയാണ് ആര് വന്നത്? ലൂത്ത് നബി അലൈഹിസ്സലാം വന്നത്. സക്കരിയ നബി അലൈഹിസ്സലാം വന്നത് വ്യഭിചാരം സാർവത്രികമായ ഒരു സമൂഹത്തിലേക്ക്, അല്ലാതെ വ്യഭിചാരം അധികരിച്ചിട്ടുണ്ടാകും. ഷുഐബ് നബി അലൈഹിസ്സലാം വന്നു. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച ആളുകളെ വഞ്ചിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തെ നേരെയാക്കാൻ വേണ്ടി. അപ്പൊ അതിനനുസരിച്ചുള്ള മുഅ്ജിസത്തുകളും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ് അവരിൽ നിന്നുണ്ടാവുക. ശ്രദ്ധിക്കണം. അതുപോലെയാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. ഓരോ കാലഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഔലിയാക്കന്മാർ പ്രബോധനം ചെയ്യുന്ന സമൂഹം വ്യത്യസ്ത സമൂഹമായിരിക്കും. ഇപ്പൊ ഗൗസുൽ ആദം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, ഗൗസുൽ ആദം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ മഹാനവറുകൾ വരുന്ന കാലഘട്ടം ഏതായിരുന്നു? ശിർക്കിന്റെ കാലഘട്ടമല്ല, കൂടുതൽ മുശ്രിക്കീങ്ങൾ ഉണ്ടായ കാലഘട്ടമല്ല. ഇറാഖിലും അതുപോലുള്ള ആ ചുറ്റുഭാഗത്തും പ്രദേശത്തും ഒക്കെ ഗൗസുൽ ആദം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വരുന്ന കാലഘട്ടം മുസ്ലിമീങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ ഇസ്ലാമിയത്ത് കുറഞ്ഞ കാലഘട്ടം. മുസ്ലിമീങ്ങൾ തന്നെയാണ് കള്ളുകുടിയും വ്യഭിചാരവും പല തെമ്മാടിത്തരങ്ങളും തെറ്റുകളും മുസ്ലിമീങ്ങളിൽ അധികരിച്ച കാലഘട്ടം. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു തങ്ങൾ വന്നു, അവരോട് വാഴ പറഞ്ഞു, അല്ലേ? അവരോട് വാഴ പറഞ്ഞു. 40 നൂറ്റാണ്ടോളം വാഴ് പറഞ്ഞോവർ, അല്ലേ? നന്നായി 90 കാലം ഇരുന്നോവർ. 40 കൊല്ലം ഗൗസുൽ ആദം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വാഴ് പറഞ്ഞു. ആളുകളോട് ഇങ്ങനെ വാഴ പറയാ, കള്ളുകുടിയെ പറ്റി, വ്യഭിചാരത്തെ പറ്റി, മറ്റു ഫാഹിഷാത്തുകളെ കുറിച്ച്, മറ്റ് തെമ്മാടിത്തരങ്ങളെ കുറിച്ച്. ആ മഹാനവറുകളുടെ കറാമത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ വാതുകൾക്ക് ആളുകളുടെ ഹൃദയത്തിൽ വല്ലാത്ത പേടിയുണ്ടാവും. അവരൊക്കെ തൗബ ചെയ്ത് ബഹുമാനപ്പെട്ടവരുടെ അരികിൽ വന്നുകൊണ്ട് നന്നാവാണ്. ലക്ഷക്കണക്കിന് ആളുകൾ തൗബ ചെയ്തു. അവരൊക്കെ നന്നായി. അതാണ് ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്യമം, പ്രബോധനം. എന്നാൽ ഖാജ റളിയല്ലാഹു അൻഹു തങ്ങൾ വന്നത് മുശ്രിക്കീങ്ങളിലേക്കാണ്. ശ്രദ്ധിക്കണം. ഖാജ റളിയല്ലാഹു അൻഹു തങ്ങൾ മുശ്രിക്കീങ്ങളിലേക്കാണ് വന്നത്. മുശ്രിക്കീങ്ങൾ എന്ന് മാത്രമല്ല, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ പോലെ ഉലമാ ഉമ്മത്തീക അംബിയായി ബനി ഇസ്രായേൽ. ശ്രദ്ധിക്കണം. ഉലമാ ഉമ്മത്തീക അംബിയായി ബനി ഇസ്രായേൽ, എന്റെ ഉമ്മത്തിലെ ഉലമാക്കൾ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരായ ഉലമാക്കൾ അംബിയായി ബനി ഇസ്രായേൽ, ബനി ഇസ്രായേലിലെ അംബിയാക്കന്മാരെ പോലെ, നബിമാരെ പോലെയാണ്. മൂസ അലൈഹിസ്സലാം വന്നത് ഫിർഔനിലേക്കാണ്, അല്ലേ? അഹങ്കാരിയായ ഒരു ഭരണാധികാരി. ശ്രദ്ധിക്കണേ നല്ലോണം. അഹങ്കാരിയായ ഒരു ഭരണാധികാരി, അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് പറഞ്ഞ അഹങ്കാരിയായ ഒരു ഭരണാധികാരി. അയാൾക്ക് കീഴിലാണെങ്കിലോ അത്ഭുതങ്ങൾ കാണിക്കുന്ന സിഹിർ ചെയ്യുന്ന, മാരണം ചെയ്യാൻ കഴിവുള്ള അത്ഭുതങ്ങൾ കാണിക്കുന്ന കുറെ ആളുകൾ, കുറെ സന്യാസിമാർ. അവരിലേക്കാണ് ആര്? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം വന്നത്. അതേ പ്രകാരമാണ് ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു തങ്ങൾ വന്നത്. ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു തങ്ങൾ വന്നത് ആരിലേക്കാണ്? അഹങ്കാരിയായ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഭരണാധികാരി. ശ്രദ്ധിക്കണം. ഉറങ്ങുന്നുണ്ടോ? അഹങ്കാരിയായ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഭരണാധികാരി ഇന്ത്യ രാജ്യത്തെ അജ്മീർ പ്രദേശം ഭരിച്ചിരുന്ന ആള്. അയാളുടെ കീഴിൽ കുറെ ആളുകൾ സിഹിർ ചെയ്യുന്ന, മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം ഉണ്ടായ ആളുകളെ പോലെ സിഹിർ ചെയ്യുന്ന, മാരണം ചെയ്യുന്ന ആളുകൾ, അത്ഭുതങ്ങൾ കാണിക്കുന്ന ആളുകള്. ആ കൂട്ടത്തിലേക്കാണ് അവര് ഫിർഔൻ ചെയ്തത് അഹങ്കാരിയായ മുസ്ലിമായ ആളുകളെയൊക്കെ ക്രൂരമായി പീഡിപ്പിക്കുക, ആണിയടിച്ചിട്ട് കൊല്ലുക, ചുട്ടുപഴുക്കുന്ന തിളച്ചു മറയുന്ന ഒലിവെണ്ണയിലിട്ടിട്ട് കൊല്ലുക. ഇങ്ങനെ ക്രൂരമായി പീഡനങ്ങൾ ചെയ്തു ആര്? ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. അതേ പ്രകാരം തന്നെ അഹങ്കാരിയായ പൃഥ്വിരാജ്
ഇസ്ലാം വിശ്വസിച്ചാൽ മുസ്ലിമായ ആളുകളെ പിടിച്ചു കൊണ്ടുപോയി ചക്കിലിട്ടിട്ട് ആട്ടിക്കൊല്ല. എങ്ങനെ ചക്കിലിട്ടാട്ടാന്ന് മനസ്സിലായ? ചക്കിലിട്ടാട്ട എന്ന് പറഞ്ഞാല് പണ്ട് കാലത്തൊക്കെ വെളിച്ചെണ്ണ, ഇപ്പൊ നമ്മൾ കൊപ്പര മില്ല് എന്നൊക്കെ കേട്ടില്ലേ, വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന മില്ല്, അതിന് പകരം പഴയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന സംവിധാനം എന്താണെന്നറിയോ? പഴയ കാലഘട്ടങ്ങളിൽ വലിയൊരു ഒരല് പോലത്തെ, ഒരല് കണ്ടിനാ ചേട്ടാ? കണ്ടിന്? അവൻ കണ്ടിട്ടുണ്ടാവില്ല. ഇത് കണ്ണൂർ അറിയാത്ത ആളോട് കോഴിക്കോടേക്കുള്ള ബെയ് പറഞ്ഞ കണ്ണൂരേ കൂടിയാ പോകണ്ടെന്ന് പറഞ്ഞു പോലെ. അങ്ങനെ ഒരു സാധനം ഉണ്ട്, വലിയ ഒരല് പോലത്തെ, അതായത് മരം, വലിയ മരത്തിന്റെ സാധനം, പിന്നെ നടുക്കൊരു ഓൾസ്, എന്നിട്ട് അയില് തേങ്ങ കൊണ്ടുപോയി ഇടും. തേങ്ങ അതിൽ കൊണ്ടുപോയിട്ട് ഇടും, കൊപ്പര. അതിലൊരു വലിയ തൂണുണ്ടാവും. ആ തൂണിന് ഇങ്ങനെ ഒരു ഇതുണ്ടാവും, അതിന് കുത്തിയിട്ടിങ്ങനെ. എന്നിട്ട് അതിൻ്റെ ഇത് രണ്ട് കാളകളുടെ പുറത്തിങ്ങനെ, കാളകൾ മൂരിന്റെ പുറത്തുണ്ടാവും. എന്നിട്ട് ആ മൂരി ഇങ്ങനെ നടക്കും അതിന് ചുറ്റും. അപ്പൊ അതിൻ്റെ ചക്ക് എന്ന് പറഞ്ഞ സാധനത്തിൽ ഉള്ള മരമില്ലേ, ആ മരം ഇങ്ങനെ തിരിയും. ഈ കൊപ്പരെല്ലാം ഈ മരത്തിന്റെ ഇടയിൽ ഇങ്ങനെ ചാമായിട്ട് ഇങ്ങനെ ചമ്മന്തിയായി അതിന്റെ എണ്ണയായിട്ട് ഇങ്ങനെ വരും. അതാണ് ചക്കിലിട്ടാട്ടോ. ഇതേപോലെ ഈ കൊപ്പര ഇടുന്നതിന് പകരം ആരെ ഇടും? മനുഷ്യന്മാരിടും. കൊപ്പര ഇടുന്നതിന് പകരം മനുഷ്യന്മാരിടുക. എന്നിട്ട് മനുഷ്യന്മാരെ അതിലിട്ട് ആട്ടിയിട്ട് ചതച്ചിട്ട് കൊന്നുകളയുക മുസ്ലിമീങ്ങളായ ആളുകൾ. അങ്ങനെ ക്രൂരമായി മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കുന്ന ആളുകൾക്ക് ഒരു രക്ഷ നൽകാൻ വേണ്ടി, അവരെ അതിൽ നിന്ന് മോചനം നൽകാൻ വേണ്ടി ഈ ആളുകൾ, ഈ പൃഥ്വിരാജ് മുഖാന്തരം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് ആര് വന്നത്? അജ്മീർ ഖ്വാജ റളിയല്ലാഹു അൻഹു തങ്ങൾ വന്നത്. അപ്പൊ ഇവരെ ഈ സത്യത്തിലേക്ക് കൊണ്ടുവരാൻ തെളിവുകൾ, ഞാൻ അള്ളാന്റെ വലിയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആളാണ്, ഇസ്ലാം സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ചില അത്ഭുതങ്ങൾ കാണിക്കേണ്ടി വരും. അമ്പിയാക്കന്മാർ കാണിച്ചതുപോലെ ശ്രദ്ധിക്കണം. അമ്പിയാക്കന്മാര് കാണിച്ചതുപോലെ, മഹാന്മാരായ അമ്പിയാക്കന്മാർ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ പിളർത്തിയതുപോലെ, കലീമുല്ലാഹി മൂസ അലൈഹി ഇസ്ലാമിന്റെ കയ്യിലെ വടി പാമ്പായതുപോലെ, കൈ പ്രകാശിച്ചതുപോലെ, അതൊക്കെ അദ്ദേഹത്തിന് മുഅ്ജിസത്താണ്. അത് കാണിച്ചു കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന്റെ കഴിവ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാ. അല്ലാണ്ട് മൂസാ നബിയെ കഴിവ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാ? മൂസാ നബിന്റെ കഴിവ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി, മൂസാ നബിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി, മൂസാ നബിനെ ആരാധിക്കാൻ വേണ്ടിയല്ലല്ലോ, അള്ളാനെ ആരാധിക്കാൻ വേണ്ടി മൂസാ അലൈഹി ഇസ്ലാം അല്ലെങ്കിൽ ഈസാ അലൈഹി ഇസ്ലാം അത്ഭുതം കാണിച്ചിട്ടുള്ള കാര്യം, ആ അത്ഭുതം അള്ളാഹുവിന്റെ അത്ഭുതമാണ്. കാണിക്കുന്നത് ഈസാ അലൈഹി ഇസ്ലാം ആണെങ്കിലും കാണിക്കുന്ന മൂസാ അലൈഹി ഇസ്ലാം ആണെങ്കിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈവിരലിൽ നിന്ന് വെള്ളം വന്നു. കൈവിരലിന്റെ ഇടയിൽ നിന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം വന്നു. ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾക്ക്, ആ കൈവിരലുകൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം വരുത്തിച്ച് കാണിച്ചത് മുസ്ലിമീങ്ങൾക്ക് തന്നെയാണ്, സ്വഹാബാക്കളുടെ ഈമാൻ വർദ്ധിക്കാൻ പറ്റും. സ്വഹാബാക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നില്ല, സ്വഹാബാക്കളുടെ ഈമാൻ ഒന്നുകൂടി വർദ്ധിക്കാൻ വേണ്ടി. വെള്ളമില്ലാത്ത അവസ്ഥ വന്നു, വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, വുളൂ ചെയ്യാൻ വെള്ളമില്ലാതെ വന്നപ്പോ ഒരു പാത്രം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാത്രത്തിൽ കൈവച്ചപ്പോ നബി തങ്ങളുടെ രണ്ട് വിരലുകൾക്കിടയിൽ നിന്ന് അത്ഭുതകരമായ ഉറവ വന്നു, വെള്ളം. ലോകത്ത് ഏറ്റവും അഫ്ളലായ, ഏറ്റവും പുണ്യമായ വെള്ളം, ആ വെള്ളമാണ് സംസം വെള്ളത്തെക്കാളും ഹൗദുൽ കൗസറിനേക്കാളും. ഭൂമിയിൽ ഏറ്റവും ഫضലുള്ള, ഏറ്റവും പുണ്യമായ വെള്ളം ഏതാണ്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വെള്ളം ഏതാണ്? സംസം വെള്ളം. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വെള്ളം ഏതാണ്? ഹൗദുൽ കൗസർ. ഹൗദുൽ കൗസറിനേക്കാൾ പുണ്യമുള്ള വെള്ളമാണ് സംസം വെള്ളം. സംസം വെള്ളത്തെക്കാൾ പുണ്യമുള്ള വെള്ളമാണ് ഏത്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകൾക്കിടയിൽ നിന്ന് വന്ന വെള്ളം. അതിപ്പോ കിട്ടാനില്ല, അതന്ന് കഴിഞ്ഞു. ഏതായാലും ആ മുഅ്ജിസത്ത് കാണിച്ചത് എന്തിനു വേണ്ടി? അവരുടെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി. അതുപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര് അത്ഭുതങ്ങൾ കാണിച്ചു, പലപ്പോഴും കാണിക്കേണ്ടി വന്നു. എന്തിനാണ് അത് കാണിക്കേണ്ടി വന്നത്? ഈ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കഴിവ് കാണിച്ചു കൊടുക്കുകയാണ്. ആ കാണിച്ചു കൊടുക്കുന്ന ഔലിയാന്റെ വലിയന്റെ കഴിവല്ല അവിടെ കാണിച്ചു കൊടുക്കുന്നത്.
ഒരു വലിയ കറാമത്ത് കാണിക്കുമ്പോ അവിടെ കാണിക്കുന്നത് അള്ളാഹുവിന്റെ കഴിവിനെയാണ് കാണിച്ചു കൊടുക്കുന്നത്, അള്ളാഹിന്റെ കുദ്റത്തിനെയാണ്. അത് കാണുമ്പോൾ അത്ഭുതങ്ങൾ കണ്ട് അവർ അള്ളാഹുവിന്റെ ദീനിലേക്ക് വരും. പാപികളായ ആളുകൾ തൗബ ചെയ്യും. ഇതിനു വേണ്ടിയാണ് അള്ളാഹിന്റെ ഔലിയാക്കന്മാർ കറാമത്ത് കാണിക്കുന്നത്. അല്ലാണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയോ, അവർക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയോ, അവർക്ക് വലിയ എന്തൊക്കെയോ വാരിക്കൂട്ടാൻ വേണ്ടിയോ, അവർക്ക് സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയില്ല. അവരപ്പോഴും ഇതൊക്കെ കഴിയുമ്പോഴും അള്ളാന്റെ ഔലിയാക്കന്മാർക്ക് ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ കാണിക്കാൻ, മണ്ണുകൾ വാരിയിട്ട് സ്വർണത്തിന്റെ കട്ടിയാക്കാൻ അള്ളാന്റെ ഔലിയാക്കന്മാർക്ക് കഴിയുമ്പോഴും നമ്മൾ യുക്തിവാദികൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്നാ പിന്നെന്താ അവർക്ക് ആ മണ്ണെല്ലാം വാരി സ്വർണ്ണാക്കിയിട്ട് സുഖമായിട്ട് ജീവിച്ചൂടെ? അവരെന്തിനാ ഇങ്ങനെ ഫക്കീറന്മാരായി ജീവിക്കുന്നു? അവരത് ആഗ്രഹിച്ചിട്ടില്ല. അവർ ഫക്കീറന്മാരായി ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ കാണിക്കുന്നത് ആ അത്ഭുതം നിങ്ങൾ കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടിയാണ്, തൗബ ചെയ്ത് നന്നാവാൻ വേണ്ടിയാണ്. അവർക്ക് അതിനോടുള്ള പൂതിയൊക്കെ അവർ ഒഴിവാക്കിയതാണ്. ദുനിയാവിൽ സുഖമായി ജീവിക്കാനും സ്വർണത്തിനോടുള്ള ആഗ്രഹവും പണത്തിനോടുള്ള അത്യാഗ്രഹവും എല്ലാം അവർ കൽബിൽ നിന്ന് അവർ ഒഴിവാക്കിയവരാണ്. അതാണ് അള്ളാഹിന്റെ ഔലിയാക്കന്മാർ, അതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. അതല്ലേ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഞങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ ദർസ് നടത്തുന്ന സമയത്ത് വലിയ തളിക വെച്ചിട്ട് അതിൽ ഇരിക്കുമായിരുന്നു. കാരണം ബാസൂറ, മൂലക്കുരു എന്ന് പറയുന്ന ബാസൂറാന്റെ സൂക്കേടുണ്ടായിട്ട് ബ്ലഡ് വന്ന് പള്ളിയിലാവാതിരിക്കാൻ വേണ്ടി. എന്നാൽ മഹാനവറുകളുടെ അരികിൽ വന്ന് പലരും ദുആ ചെയ്യിപ്പിച്ച് രോഗം അസുഖം മാറിയിട്ടുണ്ട്. അസുഖം പലതും മാറിയിട്ടുണ്ട്. അദ്ദേഹം ദുആ ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന് ദുആയിരുന്നു ഇവിടെ എൻ്റെ അസുഖം മാറ്റണം അല്ലേ? അദ്ദേഹം അത് ആഗ്രഹിച്ചില്ല. അത് അള്ളാഹുവിന്റെ ഖദർ എന്താണോ അത് ഞാൻ അതാണ് അള്ളാഹിന്റെ ഔലിയാക്കന്മാർ. അള്ളാഹു എന്താണോ ആഗ്രഹിക്കുന്നത് അതിനപ്പുറം അവരൊന്നും പറയൂല, അവരൊന്നും ചോദിക്കൂല. അള്ളാഹു എന്ത് ചെയ്താലും അത് അള്ളാഹു താല ഒരു വിഷമം കൊടുത്താലും സന്തോഷത്തോടെ സ്വീകരിക്കും അള്ളാഹിന്റെ ഔലിയാക്കന്മാർ. അള്ളാഹു ഔലിയാക്കന്മാരുടെ ലക്ഷണം. അവർക്ക് പരാതിയില്ല റബ്ബിനോട്. അവർക്ക് റബ്ബിനോടൊരു പരാതി ഉണ്ടാവില്ല. ദുനിയവിയായ ഒരു വിഷയത്തിൽ ഒരു വേദനയുണ്ട്, എനിക്ക് രോഗമുണ്ട്, എനിക്ക് അതുണ്ട്, അസുഖമുണ്ട്, മറ്റുള്ളതുണ്ട്, അള്ളാഹിനോട് അവർ പരാതി പറയില്ല. അള്ളാഹ്ക്ക് അതാണോ ഇഷ്ടം? അള്ളാഹിന്റെ അടിമയല്ലേ ഞാൻ വിഷമിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണോ? ആയിക്കോട്ടെ, എനിക്കും അതന്നെ ഇഷ്ടം. അള്ളാഹ് സന്തോഷിക്കണം, അള്ളാഹു സന്തോഷിക്കണം. അത് ഞാൻ വിഷമിക്കുന്നത് കാണുമ്പോൾ അള്ളാഹ്ക്ക് സന്തോഷം ആയിക്കോട്ടെ, പ്രശ്നമില്ല. അവർക്ക് അതാണ് അവരുടെ കൽബ്, അങ്ങനെയാണ്. അവരുടെ കൽബ് അള്ളാഹുലേക്ക് ലയിച്ചു. അള്ളാഹുവിന് എന്താണോ തൃപ്തി അതാണ് അവരുടെയും തൃപ്തി. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി അവർ സുഖമായി ജീവിക്കാൻ വേണ്ടി അവരൊന്നും ചെയ്യാതെ. അതാണ് അള്ളാഹിന്റെ ഔലിയാക്കന്മാർ ആ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അങ്ങനെ ആവുകയാണ്, റബ്ബിനേക്ക് അവർ ലയിക്കുകയാണ്. ഇതാണ് അള്ളാഹിന്റെ ഔലിയാക്കന്മാരെന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും പോലെ കുറെ പച്ചയിട്ട് നടക്കുന്നവരോ കുറെ ഒല്ലിയിട്ട് നടക്കുന്നവരോ അവരൊന്നുമല്ല. അള്ളാഹിന്റെ ഔലിയാക്കന്മാരെ ചിലപ്പോൾ നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അവർ വേഷം കെട്ടി നടക്കുന്നവരോ ഒന്നുമല്ല. എന്നാൽ വേഷം കെട്ടി നടക്കുന്നവരെല്ലാം കള്ളന്മാരാണോ? എല്ലാം തന്നെ. അതൊക്കെ മജ്ദൂബിന്റെ, ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുലേക്കുള്ള യാത്രയുടെ മധ്യത്തിൽ മജ്ദൂബായ ആളുകൾ ഉണ്ടാവും. അവരിപ്പോൾ മുടി മുറിക്കാനുള്ള ചിന്തയൊന്നും അവർക്കുണ്ടാവില്ല. കുപ്പായം ചൊളിഞ്ഞിട്ടുണ്ടോ കീറിയിട്ടുണ്ടോ അതൊന്നും അവരുടെ കൽബിലുണ്ടാവില്ല. അതിൻ്റെ ചിന്ത അവർക്കില്ല. അവർക്ക് അള്ളാ എന്ന ചിന്ത മാത്രം. അതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയം മുടി ചീകി വെക്കാനും അതിനെ ഭംഗിയാക്കാനും അതിങ്ങനെ വൃത്തിയാക്കാനും അവർക്ക് ആ മനസ്സിലന്നേരം ഉണ്ടാവില്ല. അങ്ങനെ നടക്കുന്നൊരു വിഭാഗം ആളുകളുണ്ടാവും, തിരിച്ചറിയാൻ കഴിയൂല. അതുകൊണ്ടാണ് എല്ലാവരെയും നമ്മൾ മാറിപ്പുണരാനും പോകണ്ട, എല്ലാവരെയും നമ്മൾ പരിഹസിക്കാനും കുറ്റം പറയാനും പോകണ്ട. എന്തോ ആയിക്കോട്ടെ, അല്ലാഹു ആലം, എനിക്കറിയില്ല. നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ പോകില്ല. അഥവാ അദ്ദേഹം എങ്ങാനും ഇതുപോലെ നടക്കുന്ന ഒരു മജ്ദൂബാണെങ്കിൽ നമുക്കതിൻ്റെ കുറ്റമുണ്ടാവും അല്ലേ? അപ്പം അത് അറിയുന്ന ആളുകൾ ചെയ്യും. അപ്പം അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അവരെ. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. അവർ അള്ളാഹുവിനെ അറിഞ്ഞ് ജീവിക്കുന്ന, അള്ളാഹുവിലേക്കുള്ള യാത്രയിലുള്ള, അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്ത് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഇബാദത്ത് ചെയ്ത് ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തുന്ന ആളുകൾ. അവർ കറാഹത്ത് പോലും ചെയ്യാതെ ജീവിക്കുന്ന ആളുകളാണ് അവർ. അള്ളാഹു അവരുടെയൊക്കെ ബറക്കത്ത് നമുക്ക് നൽകട്ടെ. അവരുടെ മദതും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവർക്കും അള്ളാഹിൻ്റെ ഔലിയാക്കളാവാൻ കഴിയും. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ വഴിയിലേക്ക് ഇറങ്ങി തിരിച്ച് ഒരു ഗുരുനാഥൻ്റെ ശിക്ഷണത്തിൽ, ഒരു മുറബിയായ, തന്നെ തർബിയത്ത് ചെയ്യാൻ കഴിയുന്ന, തന്നെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന, ആ വഴി പരിചയമുള്ള അല്ലെ, വഴി പരിചയമുള്ളാക്കല്ലേ നമുക്ക് ആ വഴിയിലേക്ക് എത്തിക്കാൻ കഴിയും. അല്ലാണ്ട് ലക്ഷ്യത്തിലേക്ക് എത്താത്ത ഒരാൾ, വഴി പരിചയമില്ലാത്ത ഒരാൾക്ക് വഴിയിൽ അതിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അയാൾ വഴിതിരിച്ചാളില്ലേ? അപ്പം അതിന് പറ്റുന്ന ഒരു തർബീയത്തുള്ള മുറബിയായ ഒരു ഷെയ്ഖ്, ഒരു ഗുരുനാഥൻ, ആ ഗുരുനാഥൻ്റെ ശിക്ഷണത്തിൽ, ആ ഗുരുനാഥൻ പറയുന്നതനുസരിച്ച് ജീവിച്ച് അവർ പറയുന്ന വഴിയിലൂടെ, അതാണ് നമ്മൾ പറഞ്ഞ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം
അള്ളാഹുവേ, നീ അനുഗ്രഹം ചെയ്ത മഹാന്മാരായ സ്വാലിഹീങ്ങളായ അവരുടെ വഴിയിൽ, അവർ നിന്നിലേക്ക് എത്താൻ വേണ്ടി നടന്നുപോയ വഴി ഏതാണ്, ആ വഴിയിലൂടെ നീ എന്നെ നടത്തണമേ. അപ്പോൾ ആ വഴി കാണിച്ചു തരാൻ നമുക്കൊരാൾ വേണം. അതാണ് നമ്മുടെ ഗുരുനാഥൻ എന്ന് പറയുന്നത്. അതാണ് ഒരാളുടെ ഷെയ്ഖ് എന്ന് പറയുന്നത്. അവർ ഇടറുമ്പോൾ, അവർ കാലിടറുമ്പോൾ ആ ഇടർച്ച നേരെയാക്കി കൊടുക്കാനും, അവരെ ഉപദേശിക്കാനും, ശാസിക്കേണ്ട സമയത്ത് ശാസിക്കാനും, ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കാനും, അങ്ങനെ തർബീയത്ത് ചെയ്ത് തസ്കിയത്ത് ചെയ്ത് അവരെ അള്ളാഹു എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ആള്. അതാണ് ത്വരീഖത്തും മൗലിയാക്കളും. ത്വരീഖത്ത് എന്ന വഴി എന്നാണ് അർത്ഥം, ആ പോകുന്നതിലേക്കുള്ള വഴി. അയാൾ പോയ, അതായത് ഒരു ഷെയ്ഖ് അദ്ദേഹം ത്വരീഖത്ത് കൊടുക്കുകയാണ്, അദ്ദേഹം പോയ വഴിയാണ് മറ്റേ കൊടുക്കുന്നത്. ഇനി ആ വഴിയിലൂടെ നീ വാ എൻ്റെ പിന്നാലെ. ആ പിന്നാലെ നടന്നാൽ അവരെത്തിയ ലക്ഷ്യത്തിലേക്ക് ഇവരെത്തും. അള്ളാഹു നമ്മളെയും ലക്ഷ്യത്തിൽ എത്തിച്ചു തരുമാറാവട്ടെ. മഹാന്മാരായ മശായിഖന്മാരുടെ ഗുരുനാഥന്മാരുടെ പാതയിൽ സഞ്ചരിച്ച് മുസ്തഖീമായ വഴിയിലൂടെ സഞ്ചരിച്ച് അള്ളാഹുവിലേക്ക് എത്താൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഔലിയാക്കന്മാരുടെ കറാമത്തുകളും കഥകളും കേൾക്കുമ്പോൾ കണ്ണടച്ച് നിസ്സാരമാക്കുകയോ പരിഹസിക്കുകയോ ഒരിക്കലും ചെയ്യരുത്. ഔലിയാക്കന്മാർക്ക് അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് പരിധിയില്ലാത്ത കറാമത്തുകൾ കാണിക്കാൻ കഴിയും. അതിൽ അവിശ്വസിക്കേണ്ട കാര്യമേ ഇല്ല. എന്ത് ചെയ്തു എന്നൊരു വലിയ ഇന്നത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും അത് നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് അതൊക്കെ കഴിയും. അള്ളാഹു അങ്ങനെ കഴിവ് കൊടുക്കൂല എന്നെവിടെയും പറഞ്ഞിട്ടും ഇല്ല. എന്നൊരു പരിധിയില്ലാതെ കൊടുക്കും എന്നാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു നല്ലത് മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.